എന്നാലും ബാബുവേട്ടൻ എങ്ങനെ ഇങ്ങനെ ഒരു കേസിൽ പെട്ട്? മൂപ്പർ അങ്ങനത്തെ ഒരാളല്ലല്ലോ. ഇത്രയും കാലം നമ്മുടെ ഇടയിൽ ജീവിച്ചിട്ടേ അയാളെ വാക്കിലോ പ്രവൃത്തിയിലോ ഇങ്ങനത്തെ ഒരു മോശം പരിപാടി നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷെ അയാളെ പേരിൽ പോക്സോ കേസൊക്കെ വന്നു പറയുമ്പോൾ ഒരിക്കലും ഇവിടെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എടാ, തൊട്ട അയൽവാസികളാണ് ഓല്. ഒരു കുടുംബം പോലെ കഴിയുന്ന ആൾക്കാരാണ്. അയാളെ കയ്യിലൂടെ വളർന്നൊരു കുട്ടിയാണത്. ഒരു ഉമ്മ കൊടുക്കുന്ന അത്ര വലിയ തെറ്റാണ്. അത് ഇജ്ജ് പറഞ്ഞത് ശരിയാണ്. നമ്മളൊക്കെ അയൽവാസിയിലുണ്ടല്ലോ കുട്ടികൾ. നമ്മൾ എത്ര കുട്ടികളെ കൊണ്ടുപോകലുണ്ട്, മുട്ടായി മേടിച്ചു കൊടുക്കലുണ്ട്, കളിപ്പിക്കലുണ്ട്, എടുത്തുകൊണ്ട് നടക്കലുണ്ട്. ഇതൊക്കെ ഇത്ര വലിയ പ്രശ്നമാവുന്ന നമ്മൾ ആരും ചിന്തിക്കുന്നുണ്ടോ? എടാ ഞാൻ അറിഞ്ഞോടാ ഞാൻ വന്നോണ്ടിരിക്കാണ് കേട്ടോ. ഞങ്ങൾക്ക് ബേജാറുള്ള എടാ നമ്മളെ ബാബുവേട്ടൻ സൂയിസൈഡ് ചെയ്ത് നിങ്ങൾ അറിഞ്ഞില്ലടാ. ബാബുട്ട സൂയിസൈഡ് ചെയ്യേ? എപ്പോഴാണ് സംഭവം? ഞാൻ ഇപ്പൊ അറിഞ്ഞിട്ടുള്ളൂ. ഞാൻ അങ്ങോട്ട് പോവാണ്. നിങ്ങളുണ്ടെങ്കിൽ പോയി. എന്നായിക്കോട്ടെ, ഞങ്ങളുണ്ട്. പോക്സോ കേസിൽ പ്രതിചേർത്തത്തിൽ മനം നൊന്ത് വയോധികൻ ജീവനൊടുക്കി കൈഞ്ഞരമ്പ് മുറിച്ച ശേഷം ജനറൽ കമ്പിയിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. കടയിലെത്തിയ 6 വയസ്സുകാരിയെ ഉമ്മ വച്ചു എന്നതായിരുന്നു കേസ്. സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയും ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് മുതൽ കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു അദ്ദേഹം.